കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മേയർ സ്ഥാനാർത്ഥിയായി UDF ഉയർത്തിക്കാട്ടിയ സ്ഥാനാർത്ഥിയുടെ വോട്ടവകാശം സംബന്ധിച്ച കേസിൽ വീണ്ടും തിരിച്ചടിയേറ്റിരിക്കുകയാണ്. ചലച്ചിത്ര സംവിധായകനായ VM വിനുവിനെയാണ് കോൺഗ്രസ് മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയിരുന്നത്. എന്നാൽ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തത് ചോദ്യം ചെയ്ത് VM വിനു ഹൈക്കോടതിയെ സമീപിച്ചു. വിനുവിന്റെ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. ഇതോടെ വിനുവിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് തടസ്സമായി. വിനുവിന് മത്സരിക്കാനാകാതെ വരുന്നതോടെ UDF വീണ്ടും പ്രതിസന്ധിയിലാകുകയാണ്. വിനുവിനെ മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടി തെരഞ്ഞെടുപ്പിനെ നേരിടാനായിരുന്നു കോൺഗ്രസും UDFും തീരുമാനിച്ചിരുന്നത്. ഇനി മേയർ സ്ഥാനത്തേക്ക് പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ടി വരും. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായ ബെഞ്ചാണ് ഇന്ന് ഹർജി പരിഗണിച്ചത്. പക്ഷേ സെലിബ്രിറ്റി ആയതുകൊണ്ട് യാതൊരു പ്രത്യേകതയും ഇല്ല എന്നും വിഷയത്തിൽ ഇടപെടാനാകില്ല എന്നും വ്യക്തമാക്കിയാണ് വിനുവിന്റെ ഹർജി കോടതി തള്ളിയത്. സെലിബ്രിറ്റികൾക്കും സാധാരണ പൗരന്മാർക്കും ഒരേ നിയമമാണ് എന്നും സെലിബ്രിറ്റി ആയതുകൊണ്ട് യാതൊരു പ്രത്യേകതയില്ല എന്നും കോടതി വ്യക്തമാക്കി. വൈഷ്ണയുടെ കേസുകൂടി പരാമർശിച്ചുകൊണ്ടാണ് വിനുവിന്റെ ഹർജി കോടതി തള്ളിയത്. വൈഷ്ണയ്ക്ക് കരട് പട്ടികയിൽ പേരുണ്ടായിരുന്നുവെങ്കിൽ വിനുവിന്റെ കാര്യത്തിൽ സ്ഥിതി മറിച്ചാണ്. 2020 മുതൽ വിനുവിന് പട്ടികയിൽ പേരില്ല എന്ന കാര്യം കോടതി എടുത്തു പറഞ്ഞു. താൻ മേയർ സ്ഥാനാർത്ഥിയാണ് എന്നും ജയിക്കുമെന്ന് കണ്ട് ഭരിക്കുന്ന പാർട്ടി പേര് വെട്ടിയതാണ് എന്നുമാണ് VM വിനു കോടതിയിൽ വാദിച്ചത്. എന്നാൽ വോട്ടർ പട്ടികയിൽ പേരുണ്ടോ ഇല്ലയോ എന്ന് നോക്കാതെയാണോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വന്നത് എന്നും ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടേ എന്നും കോടതി തിരിച്ചു ചോദിച്ചു. 2020 മുതൽ പേരില്ലാതായിട്ട് ഇപ്പോഴാണോ അറിയുന്നത് എന്നാണ് ഹൈക്കോടതിയുടെ ചോദ്യം. ഹൈക്കോടതി ഹർജി തള്ളിയതോടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ VM വിനുവിന് മത്സരിക്കാനാകില്ല. വിനുവിന് പകരം മറ്റൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്നത് മാത്രമല്ല, മേയർ സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക എന്ന പ്രതിസന്ധി കൂടി ഇപ്പോൾ കോഴിക്കോട്ടെ കോൺഗ്രസിനും UDFിനും മുന്നിലുണ്ട്. കോഴിക്കോട് കോർപ്പറേഷനിലെ കല്ലായി ഡിവിഷനിൽ UDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് VM വിനുവിനെയാണ്. എന്നാൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞതിന് ശേഷം VM വിനുവിന്റെ പേര് വോട്ടർ പട്ടികയിൽ ഇല്ല എന്ന് കണ്ടെത്തി. 2020 വോട്ടർ പട്ടികയിലും വിനുവിന്റെ പേരുണ്ടായിരുന്നില്ല. അതേസമയം 2020 തെരഞ്ഞെടുപ്പിൽ മലാപ്പറമ്പ് ഡിവിഷനിൽ താൻ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നായിരുന്നു വിനുവിന്റെ വാദം. എന്നാൽ രേഖകൾ വെച്ച് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഇത് പൂർണ്ണമായും തള്ളിക്കളയുകയും ചെയ്തതോടെ വിനുവിന്റെ ഹർജി തള്ളി. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട വാർഡിൽ നിന്ന് UDF സ്ഥാനാർത്ഥിയായി പര്യടനം വരെ ആരംഭിച്ച ശേഷമാണ് വൈഷ്ണ സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റപ്പെട്ടത്. വൈഷ്ണയുടെ വീട്ടു നമ്പറിൽ മറ്റൊരാളാണ് താമസമെന്നും അവർക്ക് വൈഷ്ണയുമായി യാതൊരു ബന്ധവുമില്ല എന്നും കാട്ടി CPM നേതാവ് ധനേഷ് പരാതി നൽകിയതോടെ വൈഷ്ണയുടെ പേര് വെട്ടിപ്പോകുകയായിരുന്നു. ഈ കേസ് ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. പക്ഷേ വൈഷ്ണയുടെ കേസ് വിനുവിൽ നിന്ന് വ്യത്യാസമാണ്. കരട് വോട്ടർ പട്ടികയിൽ വൈഷ്ണയുടെ പേരുണ്ടായിരുന്നു, പിന്നീടാണ് വെട്ടിയത്.